ട്രെയിനിന്റെ ബോഗിയിൽ എഴുതിയിരിക്കുന്ന നമ്പർ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ്. വീണ്ടും ഒരു ട്രെയിൻ യാത്ര. ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടെന്ന് മാത്രം. ഡാഡിയും മമ്മിയും കൂടെ കൊണ്ടുപോകുന്ന കാരണം അവരാണ് എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ ട്രെയിൻ യാത്ര സജസ്റ്റ് ചെയ്തത്. ജുവാൻകുട്ടനും അന്നക്കുട്ടി ഇത് ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അതിന്റെ ത്രില്ലിലാണ് ജുവാൻകുട്ടൻ. ഒരു കല്യാണ ആവശ്യമായതിനാൽ ലഗേജിന് കുറവൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് 2 months മുൻപ് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കിയിരുന്നിരുന്ന് ടിക്കറ്റ് ഓപ്പൺ ആയ ദിവസം തന്നെ ബുക്ക് ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും അടുത്തടുത്ത് തന്നെ സീറ്റ് കിട്ടി. എന്തായാലും ഈവനിങ് 3 മണിക്ക് ചെന്നൈ സെൻട്രൽ മെയിൽ കയറിയതാണേ. 6 മണി ആയപ്പോഴേക്കും എല്ലാത്തിനും വിശപ്പ് തുടങ്ങി. പിന്നെ കരുതിയിരുന്ന ഫുഡ് എടുത്ത് കഴിക്കാനും തുടങ്ങി. കളിച്ചിരികളും തമാശകളും ഒക്കെയായി സമയം പോകുന്നതേ അറിയുന്നില്ലായിരുന്നു. ഉറക്കം വേണോ? ഇല്ല മൊബൈലില്ലാട്ടോ. എന്നെങ്കിലും വെറുതെ വിട്ടൂടെ? ആ നോട്ടം കണ്ടോ ഡാഡിയുടെ? അന്നക്കുട്ടി തലകുത്തി കിടന്ന് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. രാത്രി കാഴ്ചകളും മനോഹരം, ഒന്നും മിസ്സാക്കിയില്ല. കുട്ടിക്കാലത്ത് അമ്മ വീടായ മുളന്തിരുത്തിയിലേക്ക് ഇതുപോലെ ഒത്തിരി ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര എനിക്ക് എന്നും വളരെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ്. ട്രെയിൻ യാത്ര നടത്തിയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും ട്രെയിനിന്റെ ബോഗിയിൽ എഴുതിയിരിക്കുന്ന നമ്പർ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇത് സാധാരണ 5 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് ആയിരിക്കും. ഞങ്ങൾ തിരികെ യാത്ര ചെയ്തു വന്ന അനന്തപുരി സൂപ്പർ ഫാസ്റ്റിലെ നമ്പർ 126127 ആയിരുന്നു. ഇതിലെ ആദ്യത്തെ 2 ഡിജിറ്റ്സ് ഈ ട്രെയിൻ മാനുഫാക്ചർ ചെയ്ത വർഷവും 3rd ഡിജിറ്റ് സതേൺ റെയിൽവേയും സൂചിപ്പിക്കുന്നു. ബാക്കി അടുത്ത 3 ഡിജിറ്റ്സ് കോച്ചിന്റെ സ്വഭാവത്തെയും, അതായത് ഇതുപോലെ AC, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, സ്ലീപ്പർ അങ്ങനെ പോകുന്നു. ചേച്ചിയുടെ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നേ. ഇത്തവണ ട്രെയിനിൽ അത് ആഘോഷിച്ചു. ആഘോഷത്തിനിടയിൽ അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. എന്തായാലും എല്ലാവരും യാത്ര നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.